ഗുഡ് മോർണിംഗ്. ട്രിഗണോമെട്രിയിലെ നാലാമത്തെ ടോപ്പിക്കായിട്ടുള്ള ASTC റൂൾ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് ഇനി വരുന്ന എല്ലാ സെഷനിലും ഈ റൂൾ അപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമല്ല, ഇത് ക്വാഡ്രൻറ്റ് പ്ലെയിൻ ആണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, ഈ ഓരോ ക്വാഡ്രൻറ്റിലും സൈൻ മുതൽ കോട്ട് വരെയുള്ള 6 ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ സൈൻ എന്താണെന്നുള്ളത്, അതായത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവാണ്. അതായത് ഇവിടെ സൈന്, കോസ്, ടാന്, അതേപോലെ സീക്ക്, കോട്ട്, ഇതെല്ലാം പോസിറ്റീവാണ്, ഓൾ പോസിറ്റീവാണ്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ 2 മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഏതൊക്കെയാണ്? സൈനും കൊസീക്കും. ബാക്കിയെല്ലാം, ഇത് മാത്രമേ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവായിട്ട് വരുന്നത്? ടാനും കോട്ടും മാത്രം പോസിറ്റീവ്, ബാക്കി ഓൾ നെഗറ്റീവ്. ഇനി ഇങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലോ കോസും സീക്കും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഓൾ പോസിറ്റീവാണ്, അതുകൊണ്ട് അതിന് ഞാൻ എക്ക് വട്ടമിട്ടു. ഇനി ഇവിടെ സൈനും കൊസീക്കും ആണ് പോസിറ്റീവ്, ഞാൻ എസ്സിന് വട്ടമിട്ടു. ആൻഡ് ഇവിടെ ടാനും കോട്ടുമാണ്, ഞാൻ ഇവിടെ ടീനെ നോട്ട് ചെയ്തു. ആൻഡ് ഇവിടെ കോസും സീക്കുമാണ്, ഞാൻ ഇവിടുത്തെ സീന് റൗണ്ട് ചെയ്തു. ഇവിടെ നോക്കുക, ASTC റൂൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് വന്നത് ഈ ഒരു പോസിറ്റിവിറ്റി നോക്കിയിട്ട് തന്നെയാണ്. ഏതൊക്കെയാണ് ഓരോ ക്വാഡ്രൻറ്റിലും പോസിറ്റീവ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് പേര് വന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവ്, തേർഡിൽ ടാനും കോട്ടും പോസിറ്റീവ്, ഫോർത്തിൽ കോസ് പോസിറ്റീവ്. അപ്പോൾ ഈ ഒരു പേര് ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു സെഷൻ കംപ്ലീറ്റ് ആയി. ASTC റൂൾ, ഇതാണ് ഈ ഒരു റൂള് പറയുന്നത്. ഇനി ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഞാനൊരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ഇഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/5 ആൻഡ് തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഫൈൻഡ് ഓൾ അതർ T ഫങ്ഷൻസ്. ഇവിടെ കഴിഞ്ഞ സെഷനിൽ ചെയ്ത സെയിം മെത്തേഡാണ്, പക്ഷെ ഇവിടെ ഒരു അഡീഷണലി തന്നത് തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ് എന്നുള്ള ഈ ഒരു സെൻറ്റൻസ് മാത്രമാണ് അധികമായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ T ഫങ്ഷൻസും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അതിനുശേഷം ഏത് ക്വാഡ്രൻറ്റിലാണ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് തന്നിട്ടുള്ളത്, അവിടെ ഏതൊക്കെയാണ് പോസിറ്റീവ്, അതിന് പോസിറ്റീവ് ഇട്ട് കൊടുക്കുക, ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 7 മാർക്കിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇതെങ്ങനെയാണ് ചെയ്യാം? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 3/5 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം സൈൻ തീറ്റയുടെ ഡെഫിനേഷൻ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചിത്രം വരയ്ക്കുക. ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക, അതിന് ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഹൈപ്പോട്ട്ന്യൂസ് ഇതാണ്, ആൻഡ് ബേസ് അല്ലെങ്കിൽ ഇതാണ് ബേസ്, അതാണ്. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് സൈഡിൻ്റെ നീളം ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഏതാ? 3 ആണ്, അപ്പോൾ ഇത് 3 ആണ്. ആൻഡ് ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ 5 ആണ്, അത് ചെയ്തു. നമുക്ക് തന്നിട്ടുള്ളത് ഹൈപ്പോട്ട്ന്യൂസും ഹൈറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ ബേസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ്? ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ഹൈപ്പോട്ട്ന്യൂസ് ഇവിടെ വന്നത് 5 ആണ്, സ്ക്വയർ പ്ലസ് ബേസ് നമുക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അതിനെ 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസിന് അറിഞ്ഞുകൂടാ, അത് ഞാൻ ബേസിന് B കൊടുത്തു, B സ്ക്വയർ പ്ലസ് ഹൈറ്റ് വന്നത് 3 ആണ്, 3 സ്ക്വയർ. ഓക്കെ, അപ്പോൾ 5 സ്ക്വയർ വന്നത് 25 ഇസ് ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് 9, 3 സ്ക്വയർ 9. ഇനി നമുക്ക് B സ്ക്വയറിനെ അവിടെ വെച്ചിട്ട് മൈനസ് ഇതിനങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 25 മൈനസ് 9 ഇസ് ഈക്വൽ ടു B സ്ക്വയർ. എത്ര വരിക? 16 ഇസ് ഈക്വൽ ടു B സ്ക്വയർ വന്നു. ഇനി B സ്ക്വയർ ഇസ് ഈക്വൽ ടു 16 കിട്ടി. അങ്ങനെയാണെങ്കിൽ B എന്താ വരിക? സ്ക്വയർ അപ്പുറത്തേക്ക് പോകുമ്പം √16 വരും, ദാറ്റ് ഈസ് 4.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വന്നിട്ട് 4 ആണ്. അപ്പോൾ നമുക്ക് 3 സൈഡും കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റേൻ്റെ ഡെഫിനേഷൻ എന്തായിരുന്നു? കോസ് തീറ്റ വന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ് അല്ലേ? അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് വന്നത് ഇവിടെ 4 ആണ്, ഹൈപ്പോട്ട്ന്യൂസ് 5 ആണ്. സോ 4/5. ഇനി കോസ് ടാൻ തീറ്റ എന്താ വന്നത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 3 ആണ്, അഡ്ജസൻറ്റ് സൈഡ് 4 ആണ്. ഇനി അതേപോലെ നമുക്ക് കൊസീക്ക് തീറ്റ എന്താ? ഹൈപ്പോട്ട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോൾ ഹൈപ്പോട്ട്ന്യൂസ് വന്നത് 5 ബൈ ഓപ്പോസിറ്റ് സൈഡ് 3. ഇനി സീക്ക് തീറ്റ വന്നത് ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ എന്താ വരിക? ഹൈപ്പോട്ട്ന്യൂസ് 5/4. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോട്ട് തീറ്റ വരിക എന്താ വരിക? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്, ദാറ്റ് ഈസ് 4/3. ഇത്രയും നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത സാധനം തന്നെ. ഇനി ഇതിലെന്താണ് ഈ ഒരു പുതിയ സെഷനിൽ വ്യത്യാസം? നമ്മളെ ക്വസ്റ്റ്യനിൽ തീറ്റ ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അപ്പോൾ സൈനും നമ്മളിവിടെ പോസിറ്റീവ് ഇട്ട് കൊടുക്കുക, കൊസീക്കിനും പോസിറ്റീവ് ഇട്ട് കൊടുക്കുക. ബാക്കി ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. അപ്പോൾ ബാക്കി എല്ലാത്തിനും നെഗറ്റീവ്, വെറുതെ ഒരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളെ കാര്യം. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സൈൻ തീറ്റ അല്ലെങ്കിൽ ഇതിൽ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ തരും, എന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ക്വാഡ്രന്റിലാണ് എന്ന് തരും. ഫൈൻഡ് ഓൾ അതർ ടി ഫങ്ഷൻസ്. ഓക്കെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, നിർബന്ധമായിട്ടും ചെയ്ത് നോക്കുക. അതേപോലെ ഇനി വരുന്ന സെഷൻസിലൊക്കെ ഈ ഒരു റൂള് ആവശ്യമുണ്ട്, നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ.